Alcoholic consumption and smoking is injurious to health. പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. ആരതി എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ മുന്നേ സെൻറ്റ് മേരി സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം റോഡ് സൈഡിൽ വെച്ച് തന്നെ ഞാൻ പ്രപ്പോസ് ചെയ്തായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഒരു 10-12 വർഷമായി കാണും. ഞാൻ തന്നെ ഒന്ന് ഒരുപാട് ശല്യം ചെയ്തായിരുന്നു. ഈ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നതൊക്കെ തെറ്റാണെന്ന് അറിയാനുള്ളൊരു ബോധമില്ലായിരുന്നു. എനിവേ ഐ എം സോറി. ശല്യം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ദേഷ്യം വന്നുകൊണ്ടാണെന്നറിയാം, താനും തന്നെ പുറത്തടിയാന്ന് വിളിച്ചായിരുന്നു. അത് തൻ്റെ കൂടെയുള്ളവരൊക്കെ കേട്ട് ചിരിച്ചു. അതിന് ശേഷം പിന്നെ ആരോട് ഇഷ്ടം തോന്നിയാലും നേരെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തോ താൻ കളിയാക്കിയ പോലെ ആരെങ്കിലും കളിയാക്കുമെന്നുള്ള പേടിയായിരുന്നു. ശരിയാ, ഞാൻ ശല്യം ചെയ്തുകൊണ്ടാണ്. അതിന് ഞാനിപ്പോൾ സോറി പറഞ്ഞില്ലേ. അപ്പം എന്നെ കളിയാക്കിയതിന് താനൊരു സോറി പറഞ്ഞേക്കും. ശരി. നീ ഇതൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കുമെന്ന് അറിഞ്ഞില്ല. സോറി. നീ അത് വിട്ടേറാ. സോറി സോറി എടാ, പണ്ട് നമ്മളോട് പഠിച്ച അരവിന്ദില്ലേ? അവൻ തന്നെ. അവനിപ്പോൾ എന്നെ കാണാൻ വന്നടാ. ഇല്ല, ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഐ മെറ്റ് സമ്മൺ.
എടാ എന്നാ എന്നാ പറയാടാ അങ്ങനെ പോകും. സിനിമ ആടാ. വലിയ സിനിമ പറഞ്ഞാകുമ്പോൾ നമ്മളേക്ക് മറക്കുവാടി. വലുതൊന്നും വേണ്ട, നടനായ മതി. നിനക്ക് അടിക്കണം. ഞാനൊന്നും അടിച്ചിരിക്കുക വേണ്ട. ആ അടിക്കാതെ നിർബന്ധിക്കും. പിന്നെ എടാ എനിക്കൊരു കാര്യം പറയണ്ട. പണ്ട് നമ്മൾ 10 ഡി പഠിക്കുന്ന സമയത്ത് നീയായിരുന്നു നമ്മുടെ ക്ലാസ് ലീഡർ. നീ ഓർക്കണ്ട, ഞാനായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. ഇപ്പം കണ്ടില്ലേ, എല്ലാം പേര് വഴിയിൽ. ക്ലാസ്സിൽ ടീച്ചർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പേരെഴുതാൻ പറഞ്ഞപ്പോൾ നീ എൻ്റെ പേരെഴുതി ഓർക്കണം. നീ എൻ്റെ ഇരട്ടപ്പേര് എഴുതി. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഏതായാലും ഒരു സോറി പറഞ്ഞേക്ക്. പോയടാ, തമാശയായിട്ട് എടുക്കാൻ പറ്റണം. എൻ്റെ പട്ടി പറയും സോറി. ഒന്നും ഭാര്യയോട് പറഞ്ഞിട്ടില്ല സോറി. എന്നല്ലേ നിന്നോട്. പഴയ ആകാശമൊന്നുമല്ല, പോകാൻ പറ്റിക്കരുത്. പോയടാ. സോറി. Number 37. ഈ കോള കമ്പനി ഇവിടെ വരുന്നതിലൂടെ നിങ്ങൾ എന്ത് നന്മയാണ് ജനങ്ങളിലേക്ക് എത്തിക്കും എന്ന് പറയുന്നത്? ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്കത് അംഗീകരിച്ചു തരാൻ പറ്റില്ല. ഞാൻ അത് നടത്തിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ എതിർക്കാം, എനിക്കെതിരെ പൊരുതാം, എന്നെ എതിർക്കാം. പക്ഷെ അതിനോടൊപ്പം അത് ഞാൻ ശക്തമായി പൊരുതുക തന്നെ ചെയ്യും. നിങ്ങൾ അവകാശപ്പെടുന്ന പോലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ജോലി കിട്ടും, പാവപ്പെട്ട നാട്ടുകാർക്ക് ജോലി കിട്ടുമെന്ന് പറയുന്ന നിങ്ങളുടെ മുടന്തൻ അവകാശവാദങ്ങൾ കേൾക്കൊള്ളുന്ന ആളല്ല ഞങ്ങൾ. ഈ കോള കമ്പനിയിലൂടെ വരുന്നതിലൂടെ ജനങ്ങൾക്കുള്ള നഷ്ടം എനിക്കും നിങ്ങൾക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. അത് മുല്ലപ്പള്ളി ഗ്രാമത്തിൽ ഇന്നലെ ജനിച്ച കുട്ടിക്ക് വരെ അറിയാവുന്ന കാര്യമാണ്. അതിനോടൊന്നും ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല. ഇതിവിടെ വരുന്നതുകൊണ്ടുള്ള നഷ്ടം നിങ്ങൾ എത്ര തന്നെ കാശ് തന്നാലും
നികത്താനാവാത്തൊരു നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായി ഞങ്ങളുടെ ആളുകൾ ഇതിനെതിരെ ഓക്കെ, എന്തെങ്കിലും വിളിപ്പിക്കാം. ഞാൻ എനിക്ക് അഭിനയിക്കാറൊന്നും പണ്ട് എൻ്റെയൊക്കെ ഷോർട്ട് ഫിലിം എത്ര ചെയ്തിരുന്ന ആളാണ്. ഇത് എനിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഇനി അമ്മ പറയണ വല്ല സമയദോഷമാണോ? കോപ്പാണ്. അവിടെ ചെന്നവരെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ കോൺഫിഡൻസ് പോകുന്നു. അതാണ് കാര്യം. പിന്നെ ആദ്യമായിട്ടൊന്നുമല്ല. അതാണ് കാര്യം. പക്ഷെ കാര്യം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ എഴുത്തന്തേ? കുഴപ്പമില്ല. പതിയെ പ്രൊഡ്യൂസർമാരുടെ അപ്പോയിൻമെൻ്റ് ഒക്കെ തുടങ്ങണം. അപ്പയും അമ്മയൊക്കെ കട്ട കലിപ്പില്ല. ഇവിടെ ഒരു ജോലി ശരിയാക്കിയില്ലെങ്കിൽ UK ചേട്ടൻ അങ്ങോട്ട് വിടുന്ന പറയണം. എൻ്റെ വീട്ടിൽ പിന്നെ മുണ്ടലും പറയണമെന്നില്ല. രമേ, ഇത് സുമയുണ്ട്. നിന്റെ മോൻ പോണ കമ്പനിയിലെ ജോലിയുടെ വേക്കൻസി എന്തെങ്കിലും ഉണ്ടോയെന്ന് ഒന്ന് ചോദിക്കാവോ? ഇവിടെ ഒരുത്തൻ എന്നും രാവിലെ ബാഗും തൂക്കി സിനിമ അഭിനയിക്കാനെന്നും പറഞ്ഞ് തെക്കുവടക്ക് നടക്കുകയാണ്. ആടിയാൻ വന്നെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ വിളിക്കാം. പേര് അരവിന്ദ് അല്ലേ? അരവിന്ദിന് പേടി വല്ലതും ഉണ്ടോ? ഇല്ല. ആ, എന്തോ പേടി പോലെ തോന്നുന്നുണ്ട്. പെർഫോമൻസ് ഒക്കെ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാം. ചിലപ്പോൾ പേടിയുണ്ടാവും വരാത്ത. കൂടുതൽ സ്ഥലങ്ങളിൽ പോയി പെർഫോം ചെയ്താലേ ഈ ഇൻഹിബിഷൻ മാറും. ഇതൊക്കെ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അത് പുറത്തോട്ട് കൊണ്ടുവരാനുള്ളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. എങ്ങനെയുണ്ട് മടുപ്പാ? ഞാൻ വിട്ട് നീ ഇല്ല. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഓക്കെ ആണെന്ന് ചോദിച്ചാൽ പകുതി ഓക്കെ ആണ്. ബാക്കി പകുതി ഫുൾ സ്ക്രിപ്റ്റ് എടുത്താലേ പറയാൻ പറ്റുള്ളൂ. അടിപൊളി. മറ്റേ ബാങ്ക് മോഷണമൊക്കെ ഉള്ള അത് തന്നെ. അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനാണ്. പിന്നെ ഈ മാസം തന്നെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. ഈ മാറ്റം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ വേഷമൊന്നും പോകത്തില്ലല്ലോ. അത് പ്രധാന ക്യാരക്ടറല്ലേ, അതും പോകില്ല. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ നിന്നോട് മാത്രമേ ചാൻസ് ചോദിക്കാനായിട്ട് തരും. നീ പടം ചെയ്യണതിന് മുമ്പ് 1-2 സിനിമയൊക്കെ ചെയ്ത് സെറ്റായിട്ടിരിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പം ഏതായാലും നടത്തുന്നു. നീ പറഞ്ഞ പോലെയും ചെയ്തോളൂ, എനിക്കറിയാലോ. ഞാൻ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ. എടാ ഒന്നും ആയിട്ടില്ല. എടാ സ്ക്രിപ്റ്റ് ഒക്കെ അല്ലേ പടം ഓണാവുള്ളൂ. പിന്നെ ബാക്കി ആക്ടേഴ്സിനൊക്കെ ഡേറ്റ് കിട്ടണ്ടേ. ഇതെല്ലാം കൂടെ സെറ്റ് ആയാലേ കാര്യം നടക്കുള്ളൂ. പിന്നെ നീ ഇങ്ങനൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കറിയില്ല നിന്റെ കാര്യങ്ങളൊക്കെ. നിനക്കുള്ള എന്തായാലും ഉണ്ടോ? അത് മതി. അവന്മാരുടെ ഓഡീഷൻ ഞാൻ പോയിട്ടുള്ളതാണ്. ഉടായ്പാണ് വെറുതെ. എടാ ഇവന്മാരുടെ ഒരു പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ആളുകളെ രജിസ്റ്റർ നമ്പറും പിടിച്ച് ഇങ്ങനെ നിൽക്കും വെയിലത്ത്. അത് അവന്മാർ ഷൂട്ട് ചെയ്ത് അവന്മാരുടെ ഫേസ്ബുക്ക് പേജ് പക്കാ പ്രൊമോഷൻ. ആ എടാ എന്തൊക്കെയുണ്ട്? കുഴപ്പമില്ല. നിനക്കോ? ആ അങ്ങനെ പോകുന്നു. ഞാൻ ചുമ്മാ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയപ്പോൾ നിന്നെ ഓൺലൈൻ കണ്ട്. അത് ഞാൻ വിളിക്കാന്ന് ഓർത്ത്. നാട്ടിൽ വന്നപ്പോഴാണ് നിന്നെ കാണാനും പറ്റിയില്ലല്ലോ. നീ വലിയ തിരക്കല്ലേ. അന്നൊരു ഓഡീഷൻ ഉണ്ടായിരുന്നതാ. പിന്നെ നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകും? ഓ പണിയാടാ. കുറച്ച് നാളോടെ ഒന്ന് PR സെറ്റാക്കണം. നിന്റെ ഓഡീഷൻ പരിപാടികളൊക്കെ എന്തായി? വർക്ക് വല്ലതും വരുന്നുണ്ടോ? ശോകോടാ. എടാ ഞാനന്ന് വന്നപ്പോൾ നിന്റെ അമ്മയോട് സംസാരിച്ചായിരുന്നു. ഞാൻ നിന്നെ അഡ്വൈസ് ചെയ്യുമല്ല, നിർത്തണമെന്നുമല്ല. പക്ഷെ നീ ഒരു ജോലി സെറ്റാക്കുക ആദ്യം. അതാകുമ്പോൾ നിനക്ക് ആരെയും ആശ്രയിക്കാതെ നിന്റെ ആക്ടിങ് പാഷനും മുന്നോട്ട് കൊണ്ടുപോകാം. വീട്ടിലും ഫിനാൻഷ്യലി കുറച്ച് ടൈറ്റ് അല്ലേ? രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണ പരിപാടി.
എടാ അതല്ല, നീ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് നോക്കിയ ആളല്ലേ, എന്നിട്ട് എന്തായി സിനിമയോഗ്രാഫറായോ? നിൻ്റെ ക്യാമറ ലെൻസൊക്കെ അവിടെ നിന്നെപ്പോലെ തിരുമ്പിക്കുമല്ലേ? എന്നിട്ട് അവനെ എന്നെ ഉപദേശിക്കാൻ പറ്റും. നീ ആദ്യം രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയി സക്സസ് ആയി കാണിക്കും. നിനക്കറിയാം അതിന് പറ്റത്തില്ല. കാരണം എന്നാ, രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയി സക്സസ് ആവാൻ ആർക്കും പറ്റത്തില്ല. അവനറിയാവുന്ന പണിയിൽ എവിടെയെങ്കിലും എത്താൻ നോക്കാതെ കാനഡയിൽ പോയി PR നോക്കിക്കൊണ്ട് എന്നെ ഉപദേശിക്കും. നീ വെച്ചോ, വേറെ എന്തെങ്കിലും പറയണ്ട വിളി. ഓട്ടടാ, എനിക്ക് പറഞ്ഞ പണ്ടറിയാവുന്നല്ലേ, ഉപദേശിച്ച് കൊല്ലു. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചായിരുന്നു. എന്നിട്ട് ഞാൻ അടുത്തില്ല, നിനക്ക് അടുത്തേക്കാൻ മതിയായിരുന്നു. എനിക്കറിയാം അവൻ ഇത് പറയാനാണ് വിളിക്കുന്നത്. നീ അത് വിടും. നീ ഓർക്കണ്ട, പണ്ട് നമ്മുടെ ടീമിൽ എത്ര പേരുണ്ടായിരുന്നു? എഡിറ്റ് ചെയ്യാൻ ജോണി, ക്യാമറ ചെയ്യാൻ ജിഷ്ണു, അഭിനയിക്കാൻ ഞാൻ, എഴുതാനും ഡയറക്റ്റ് ചെയ്യാനും നീ. അപ്പം എല്ലാവരും പല വഴിക്ക്. പണ്ട് എന്നേക്കാൾ സിനിമാ പ്രാന്തുണ്ടായിരുന്നവനാണ് എന്നെ വിളിച്ച് ഉപദേശിച്ചു. നീ ഞാനിപ്പോഴുണ്ടല്ലോ, അത് മതി. എടാ, ആരൊക്കെ പോയിട്ട് നീ ഞാനിപ്പോൾ ഇതിനു വേണ്ടി നിൽക്കുന്നില്ലേ? ഇങ്ങനെ എന്നവരവിടേക്ക് എത്തിയിട്ടുള്ളൂ. നീ സങ്കടപ്പെടല്ലേ? നീ അങ്ങോട്ടൊന്നും പറഞ്ഞില്ലേ? പൂപ്പാറച്ചിലൊക്കെ പണ്ടേ കഴിഞ്ഞതാ. രാവിലെ പോകും, വൈകിട്ട് വരും, എന്തേലും കഴിക്കും, കിടക്കും. ഇത് തന്നെ എന്നും. മനസ്സില്ലെങ്കിൽ പബ്ലിക് റോട്ടിൽ കിടന്ന് തല്ലുണ്ടാക്കിയിട്ട് ധിക്കാരം പറയുന്നു. പറയും, അതാ ശീലം. താനായിട്ട് വിചാരിച്ച മാറ്റാനാവില്ല. പോ. താനെന്താ ഭീഷണിപ്പെടുത്തുക? ഭീഷണി എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ മതി. അപ്പൊ ഞാൻ പോയിട്ട് വരാം. നീ എന്തെല്ലാം കൊണ്ട് വിളി. ഹാപ്പി ജേർണി. മുമ്പ് എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാ. ഇനിയും വേഷം കെട്ടെടുത്താ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു ചേട്ടാ. അതിൻ്റെയൊക്കെയാണ് ഓഷൊക്കെ വരുന്നത്. ചേട്ടൻ നമ്പർ ഒന്ന് തരാമോ? ചേട്ടൻ്റെ ഓഷൊക്കെ വരുമ്പോൾ ഫോണിൽ കിട്ടുന്നാൽ മതി. ഒരു മിനിറ്റ്. എങ്ങനെയുണ്ടായിരുന്നു? എന്നതേപോലെ തന്നെ. നടക്കട്ടെ പരിപാടി. സ്ഥലം മാറ്റി പിടിച്ചിട്ട് ഇപ്പം എങ്ങനെ മാറ്റം ഉണ്ടോ? നാട്ടിലൊക്കെ സ്വസ്ഥതയുണ്ട്. അപ്പം നിൻ്റെ എഴുത്ത് മാത്രം എൻ്റെ ആശ്വാസം. ഓക്കെ നടക്കട്ടെ. ഓക്കെ ചേട്ടാ, നമ്പർ സാർ. വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. തഞ്ചാവൂർ ധനുഷ്കോടി റോഡിൽ ബസ് അപകടം. മരിച്ചവരിൽ 4 മലയാളികൾ, 24 പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു.
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയുള്ള കർത്താവെ, കരയുന്നതിനെ വിളിക്കുകയും സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷയാൽ നിന്റെ ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയോടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം. പഴടി എല്ലാവരും ഉണ്ടല്ലോ. അവന് ലീവ് കിട്ടിയല്ലോ, വൈകിട്ട് വരും. വരുമ്പോൾ തിരക്കിന്ന് പറഞ്ഞു. It's just a glimpse, a cloudy glimpse. Dreams bright full day. It's all gray now. Memories we've had, we were a bunch that time tore apart. I miss 1,000 rounds. I'm all alone, alone. Tears over and over, it's rolling down my face like a downpour. Scar bleeds again, but it's the silence I feel again. Oh, it hurts and hurts me more. I'm lost from within. Hopeless dreams and empty days is all what I own. In this fake world, I'm not the truth to life. എടാ, മറ്റന്നാണ് എടപ്പള്ളിയിൽ ഓഡിഷൻ. നീ ഉണ്ടാവൂലേ? ആ ഇല്ല, നീ കേട്ടോ.
ഓഡിഷൻ്റെ കാര്യം മെസ്സേജ് ഉണ്ടായിരുന്നല്ലോ, നാളെയെങ്കിലും വരുമോ? ആയില്ലോടാ. നീ ഇപ്പോൾ ഒന്നിനും വരാറില്ലല്ലോ, നീ പരിപാടിയൊക്കെ നിർത്തിയാ? എന്ത് ക്ലീഷയാണ്. എടീ, മരിക്കുമ്പോൾ ഒരു ഫീൽ എങ്ങനെയാ? നിനക്ക് ഇതാണ് എന്നോട് ചോദിക്കാനുള്ളത്. പെരത്തും തന്നെ ചോദിക്കണം കേട്ടോ. പെരേന് കത്തി കഴിഞ്ഞില്ല അളിയാ. ഞാൻ പോയിക്കൊണ്ടിരുന്ന ബസ്സിൽ ഒരു ഭക്തിഗാനം വെച്ചിരുന്നു. അത് കേട്ട് ഞാനും ഉറങ്ങിപ്പോയി, നല്ല ഉറക്കം ഉറങ്ങി. അതുകൊണ്ട് ബസ് ഇടിച്ചതും മറിഞ്ഞതും ഒന്നും ഞാൻ അറിഞ്ഞില്ല. അപ്പോഴും ആ പാട്ട് തല കിടന്നിങ്ങനെ മുഴങ്ങുമായിരുന്നു. വല്ലാത്ത ഫീലാണ്, പറയാൻ പറ്റില്ല. ഇല്ല, നീ ഇപ്പം ഓഡിഷന് പോകാത്തെ? ആക്കം എടുത്തറ. ഞാൻ ഒരു കാര്യം പറഞ്ഞു കേൾക്കൂ. നീ നിർത്തിയെന്ന് പറഞ്ഞാൽ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ പരിപാടിക്കായില്ലെന്ന്, വെറുതെ നാണം കാണാൻ വേണ്ടി. ഇതുകൊണ്ടൊന്നും എനിക്ക് കാര്യമില്ല. ഇവരൊക്കെ കളഞ്ഞിട്ട് വേറെ വല്ല പണിക്ക് പോകണമെന്നല്ല. എനിക്കറിയാം. എന്ത്? നിനക്കറിയാം നിന്റെ പ്രശ്നം എന്താണോ, നീ പറയാനില്ല. ഇനിയും പറയാതിരിക്കാനാണ് നേരത്തെ പറഞ്ഞ പോലെ വല്ല പണിക്ക് പോകണമെന്നല്ലോ. എന്താ നിന്റെ പ്രശ്നം? ഇത് ഞാൻ പണ്ട് ചോദിച്ചിട്ടില്ല, അവസാനമായിട്ട് ചോദിക്കുക. ഇപ്പം പറയുന്നെങ്കിൽ പറ, ഇനി ഞാൻ ചോദിക്കത്തില്ല. പ്രശ്നങ്ങൾ തുടങ്ങണം എവിടെ നിന്നുകൊണ്ടാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഇരട്ടപ്പേരെന്താണെന്നറിയാം? ഗൊറില്ല. ആദ്യമൊക്കെ ആ പേര് വിളിച്ച് കളിയാക്കുന്നവരും ചീത്ത പറയാറ്. പക്ഷെ ഞാൻ എതിർക്കും തോറും അവർ വീണ്ടും ഓരോന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ ഞാൻ എതിർപ്പ് അവസാനിപ്പിച്ചു. ഇപ്പം എന്താ, എന്നെ കളിയാക്കണത് എനിക്ക് കുഴപ്പമില്ലെന്ന് അവർക്കും തോന്നിക്കാം. പിന്നെ കുറച്ച് കഴിഞ്ഞ് നിന്നെയും നമ്മൾ ടീമിനെ അയക്കാൻ പരിചയപ്പെട്ടു. അവിടെ എന്നെ കളിയാക്കാൻ ആരുമില്ല, ഞാൻ ഹാപ്പിയായിരുന്നു. ഈ കംഫർട്ട് സോൺ എന്നൊക്കെ പറയില്ല,
പിന്നെ അവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാനും നീ മാത്രമായപ്പോൾ എനിക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. ഓരോ ഓഡീഷനും സ്ക്രീൻ ടെസ്റ്റിനും ഒക്കെ ചെന്ന് നിൽക്കുമ്പോൾ പണ്ട് എന്നെ കളിയാക്കി ചിരിച്ചു പറഞ്ഞ ഒച്ചകളൊക്കെ എൻ്റെ അടുത്തേക്ക് വരുന്ന പോലെ തോന്നും. അപ്പോൾ എൻ്റെ ടൈമിങ് പോകും. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ജഡ്ജസ് പണ്ട് എന്നെ കളിയാക്കി ചിരിച്ചവർ ചിരിച്ച പോലെ ചിരി. ഒരു വിധത്തിൽ ഞാൻ അഭിനയിപ്പിച്ച് എത്തിക്കും. ഇപ്പോൾ ഒരു ഉപദേശം നിന്ന് പറഞ്ഞു വിടും. ഇതാണ് എൻ്റെ പ്രശ്നം. ഇനിയെങ്കിലും ഞാൻ നിന്നോട് പറഞ്ഞില്ല, പിന്നെ ആരോട് പറയാം? നീ നാളത്തെ ഓഡിഷൻ വന്നിട്ടുണ്ടോ? നാളെ ഒരാളെ കാണാൻ പോയാലോ? ആരാ? പിന്നെ ആദ്യമായിട്ട് കളിക്കുന്നതായിരുന്നു ഓർമ്മ ഉണ്ടോ? നമുക്ക് അയാളെ കാണാൻ പോയാലോ? എടാ എടാ എത്ര കാലം വേണം കണ്ടിട്ട്? +2 പഠിക്കുമ്പോഴേ അവസാനം. വാ കേറിയോ. എടാ നിന്റെ കൂട്ടുകാരൻ ആൽബിന്റെ കാര്യം ഞാൻ പാവം, അവൻ ഞങ്ങളുടെ പള്ളിയിലായിരുന്നടാ. നീ ഇപ്പോഴും കെൽട്രോണിൽ തന്നെയാണ്? ഏയ് അതൊക്കെ ടെമ്പററി. ഇപ്പൊ PC വീട്ടിൽ ഇരുന്ന് പഠിത്തം. നിന്റെ പെർഫോമൻസ് വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട്, കൊള്ളാം. ലാസ്റ്റ് കണ്ടത് ആൽബിൻ ഡയറക്റ്റ് ചെയ്ത ഷോർട്ട് ഫിലിമാണ്. പരിപാടികളൊക്കെ രസമായിട്ട് വരുന്നുണ്ട്. എങ്ങനാ ഉടനെ ബിഗ് സ്ക്രീനിൽ കയറുമോ? അതിനുള്ളൊരു ശ്രമത്തിലാണ്. ഫ്രണ്ടാണമ്മേ, നടക്കൂടാ നടക്കും. എടാ ഇപ്പോഴും നിൻ്റെ ഫോണിൽ എൻ്റെ പേര് ഗൊറില്ല എന്ന് തന്നെയാണ് സേവ് ചെയ്തത്. നിനക്ക് ഓർമ്മയുണ്ടോ? പണ്ട് നമ്മൾ 4ൽ പഠിക്കുമ്പോൾ നീ എനിക്ക് ആ പേരിട്ട്. എല്ലാവർക്കും ഒരു തമാശയായിരുന്നു. നീ ചോദിച്ചില്ലേ ബിസ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന്? അതിനുള്ളൊരു ശ്രമത്തിലാണ്. പക്ഷേ പണ്ടത്തെ കളിയാക്കലൊക്കെ ഇപ്പോഴാണ് ശരിക്കും ബാധിച്ചു കൊടുക്കുന്നത്. ഒന്നും അഭിനയിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കോൺഫിഡൻസ് ഒക്കെ ചോർന്നു പോകുന്ന പോലെ. അഭിനയിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ശ്വാസം എടുത്താൽ ആ കണ്ണൊന്നുടച്ചാൽ അപ്പം ഞാൻ ആ 4ാം ക്ലാസ്സിലെത്തും. എന്താ അല്ലേ? അപ്പം ഞാൻ പോട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ആ അത് കൊള്ളാമല്ലോ, പുതിയൊരു ഇമ്പ്രൂവ്മെൻറ്റ്. അത് അന്നത്തെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാ. ഇത്രയും പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്കിപ്പോൾ അറിയാം എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറാൻ എന്താ വേണ്ടതെന്ന്. നീ എന്നോട് ചോദിച്ചു എന്താ നിനക്ക് വേണ്ടത്? ആൻസർ. പിന്നെ സ്കൂളിൽ എല്ലാവരും ഒറ്റപ്പേരും കളിയാക്കുന്നത് ഞാനും ഉണ്ടായിരുന്നു. അന്ന് വലിയ ബോധമൊന്നും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ ആ കൂട്ടത്തിൽ കൂടി എന്നെ കളിയായിരുന്നു. ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ബാഡ് ഫീലിംഗ് ആയിക്കാണ്. എന്നോട് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കും. ഐ എം സോറി.
ഈ ലോകത്തെ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന് സോറി പറഞ്ഞവരും മറ്റു സോറി പറയാൻ മടിയുള്ളവരും. ഹലോ ഹലോ അരവിന്ദ് അല്ലേ? കഴിഞ്ഞ ദിവസം ആർവി പ്രൊഡക്ഷൻ്റെ ഓഡീഷന് വന്നിട്ടില്ലായിരുന്നോ? അതിൽ സെലക്റ്റഡ് ആയി എന്ന് പറയാൻ വിളിച്ചതാണ്. ഒരു ഫൈനൽ ഓഡീഷൻ കൂടി ഉണ്ടാകും, അതിന്റെ ഡീറ്റെയിൽസ് വഴി അറിയിക്കാം. താങ്ക് യു. ഗ്രേറ്റ് പെർഫോമൻസ് അരവിന്ദ്. വിളിക്കാം. താങ്ക് യു സർ. പണ്ടൊക്കെ നമ്മുടെ ഓഡീഷന് വന്നുകൊണ്ടിരുന്നൊരു പയ്യനുണ്ടേ. അന്നൊക്കെ അവൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പരക്കൂറായിരുന്നു. ഇപ്പം അവൻ്റെ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ അന്യായമാണ് മോനെ. ആരാണ്? താൻ അറിയോ ആളെ? ഈ പയ്യൻ. എന്താടാ ഒന്നും മിണ്ടാത്ത? സോറി. ആ ശരി. അത് ക്ലാസ് ഔട്ടിൽ കഴിഞ്ഞ ദിവസം നടന്ന ഓഡിഷൻ്റെ അവിടെ നിന്നാണ്. നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ട്. വൈകാതെ അപ്ഡേറ്റ്സ് അറിയിച്ചോളാം കേട്ടോ. ശരി. താങ്ക് യു സർ. അടുത്താരാ? എന്താ പരിപാടി? വേറൊരു കൂട്ടുകാരനായിട്ട് വന്ന്. പുതിയ വീടാണല്ലേ? ആളാ വാ. പിന്നെ എങ്ങനെ പോണു നിന്റെ സിനിമ അഭിനയൊക്കെ? കുഴപ്പമില്ലേട്ടാ, അങ്ങനെ പോണു. നീ ഇങ്ങോട്ട് എവിടെ നിന്നാ പറഞ്ഞു? ചേട്ടാ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടേക്കായിട്ട് വന്നു. ആദ്യം പോയി ചേട്ടൻ്റെ പഴയ വീട്ടിലാണ്. അവിടെ ചെന്നപ്പോഴേ അറിഞ്ഞു ഇങ്ങോട്ടേക്കാണ് താമസം മാറി. ചേട്ടാ ഞാൻ 8ലും ചേട്ടൻ +2ലും പഠിക്കുന്ന സമയത്ത് നമ്മൾ ഉച്ചയ്ക്ക് കൈ കഴുകാൻ പോയപ്പോൾ ചേട്ടൻ ടാപ്പിൽ നിന്ന് വെള്ളമെടുത്ത് എൻ്റെ പാനിൽ ഒഴിച്ച് ഓർക്കുന്നുണ്ടോ? എന്നിട്ട് നിങ്ങളേതായും കൂടെ എന്നെ മിക്കറിട്ട് മുള്ളിൽ നിന്ന് വെച്ച് കളിയാക്കി. അത് കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിൽ ചെന്നപ്പോൾ അവിടെയുള്ളവന്മാരും അത് പറഞ്ഞ് കളിയാക്കി. ഒരു മിനിറ്റ്. മട്ട് കേസാന്ന് തോന്നുന്നു. വേഗം പറഞ്ഞു വിടാൻ നോക്ക്. താങ്ക് യു പറ. ഇനി മോൾ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവരോട് എന്തു പറയും? സോറി പറഞ്ഞേ. സോറി. സുമേ മോൻ സിനിമയിൽ അഭിനയിച്ചെന്ന് കേട്ടല്ല? ആടി, കഴിഞ്ഞ മാസം നടന്ന ഓഡിഷനിലേ അവന് സെലക്ഷൻ ഉണ്ട്. ഇപ്പതേ അഭിനയിക്കാൻ എറണാകുളത്ത് പോയേക്കാണ്. ഓ, ഇത് കേട്ടപ്പോൾ എനിക്കുണ്ടായൊരു സന്തോഷം. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അവൻ രക്ഷപ്പെടുന്നു. സാറിന് ഓർമ്മയുണ്ടോ? ഞാൻ അരവിന്ദ് ബാബു. 7Bയിൽ സാർ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നു. ആ വർഷമാണ് സാറിന് ഏറ്റവും കൂടുതൽ അടി കൊണ്ടുള്ളത്. ക്ലാസ്സിൽ ഏറുപന്ത് കളിക്കണേന് ഞങ്ങൾ കുറച്ച് പേര് സാർ എപ്പോഴും തല്ലുമായിരുന്നു. അത് ഞങ്ങൾ നന്നാൻ വേണ്ടിയിട്ടാണെന്ന് പിന്നെ എപ്പോഴും സാറ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ളവരെയൊക്കെ ഒരടി അടിക്കുമ്പോൾ എന്നെ മാത്രം സാറ് 2 അടി അടിക്കുമായിരുന്നു. എന്താ സാറേ? ഒരു ദിവസമല്ല, എപ്പോൾ അടിച്ചാലും 2 അടി. അടിയൊക്കെ കൊണ്ട് ക്ലാസ്സിൽ കയറിയിരിക്കുമ്പോൾ ഓരോ ചിന്തകൾ ഇങ്ങനെ കയറി വരും.
ബാക്കിയുള്ളവനൊക്കെ ഒരടി കൊള്ളുമ്പോൾ ഞാൻ മാത്രം 2 അടി കൊള്ളേണ്ടവനാണ്. എന്നാലും എന്താ സാറേ, എന്നെ കണ്ടാൽ മാത്രം സാറിന് 2 അടി അടിക്കാൻ തോന്നുന്നു? ഇപ്പോഴും എഴുന്നേറ്റ് നിന്ന് വടി പിടിക്കാനാവുന്നുണ്ടേ താൻ എനിക്കിട്ട് 2 തരുമെന്ന് എനിക്കറിയാം. പക്ഷെ പറ്റൂല്ലോ. ആ അടി കൊണ്ടൊന്നും ഞാൻ നന്നായില്ല സാറേ. പക്ഷെ അതൊക്കെ കൊണ്ട് എനിക്കിപ്പോൾ തൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കാൻ പറ്റി. അതെങ്ങനെയാണ്? ഈ ജീവിതം ഏതാണ്ട് തീരാറാവുമ്പോൾ നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റണമെന്നില്ല. ഇതായിരിക്കും അവസ്ഥ. ഗവൺമെന്റ് ബോയ്സ് യു പി സ്കൂൾ അധ്യാപകനായി റിട്ടയർഡ് ചെയ്ത സന്തോഷ് കുമാർ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. 62 വയസ്സായിരുന്നു. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് വീട്ടുവണം. ഇവിടെ കിട്ടാത്ത സ്ഥലമൊന്നുമല്ലല്ലോ. അതെങ്ങനെയാണ്? എല്ലാ ദിവസവും നിന്റെ കാശിന് അടിച്ചാൽ എനിക്കെന്തോ അല്ലേ. ഇടയ്ക്ക് ഞാൻ ഉറപ്പിച്ച് തരട്ടുന്നു. എവിടെ എത്തി? ശരി, എത്താറേ. നമ്മളിറങ്ങിയിരിക്കാം. ഡാ ഞാനവിടെ വരാം. അനുവേട്ടാ, ഈ പോലെ സിനിമക്കാരൊക്കെ ആയതാ? അങ്ങനെയൊന്നുമില്ല ചേട്ടാ. ചെറിയ ചെറിയ വേഷങ്ങൾ കിട്ടി അങ്ങനെ പോകുന്നു. എന്തോന്നടേ ഇത്ര നേരായത്? സാധനം കിട്ടിയ? കിട്ടി. നേരത്തെ കാണാറില്ലെങ്കിലും ഇനിയിപ്പോൾ സിനിമ ഇന്ത്യയിലൊക്കെ കാണാമല്ലോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. കാണാൻ. ഓക്കെ. ചേട്ടാ, എനിക്കൊരു കാര്യം പറയണ്ട. എടാ, ഓർക്കാത്ത കാര്യത്തിന് ഞാൻ എന്നോട് സോറി പറയുന്നേ. ചേട്ടൻ വന്നിട്ടാ ഞാൻ ഓർക്കുന്നുണ്ട്. എന്താടാ? ഒന്നുമില്ല. ഏതാണ്? ഹുന്തില വന്നേ. എന്താ പ്രശ്നം? എടാ, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ എന്തോ തമാശ പറഞ്ഞു പോയി. അതിന് ഞാൻ ഒരു സോറി പറഞ്ഞു. എടാ, ഓർമ്മയില്ലാത്ത ഞാൻ എടാ സോറി പറയുന്നേ. എന്താടാ എണീട്ടിറങ്ങണ? ഇത് പോടെ നീ വന്നേ വാ. ആരാന്നല്ലോ വിചാരം. ഓരോരുത്തർ വന്നോളൂ.
ഞാൻ CCTV നോക്കി, അതവൻ തന്നെയാണ് പത്രത്തിൽ അവിടെ കൊണ്ടുപോയിട്ട്. പക്ഷെ ഇതൊന്നും പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്യാനാ. കംപ്ലൈൻ്റ് ഒന്നുമല്ലേ ചെയ്യുന്നത്, അടിച്ചതിൻ്റെ അണപ്പള്ളി താഴണം. അപ്പം മാറും അവൻ്റെ ചോദിക്കണം. ഇതാണ് നിന്നോടൊന്നും ഞാൻ പറയാത്ത, വെറുതെ ഒരു പ്രശ്നങ്ങളുണ്ടാക്കാനായിട്ട്. എനിക്കൊരു പ്രശ്നം ഉണ്ടായത്, അതെന്തെങ്കിലും സൊല്യൂഷൻ വേണം. അല്ല നീ ഞാൻ എന്ത് പറഞ്ഞ കളിയാക്കി? അതവൻ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്ന തന്നെ, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവൻ എന്തോ സ്കിറ്റോ ഡാൻസോ എന്തോ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കൂടി അവനെ ഗൊറില്ല എന്ന് വിളിച്ച് കളിയാക്കി പോലും. അന്ന് ഞാൻ അവനെ നോക്കി ഗൊറില്ലയുടെ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അവനെ പിന്നെ ഋതിക്കിലോട്ടാന്ന് വിളിക്കുക. ഒന്നുണ്ടാക്കി അല്ല, ഗൊറില്ലയുടെ ശബ്ദം ഒന്നും ഉണ്ടാക്കി ഓടെ. ഉണ്ടാക്കല്ലേ? ആ എന്താ രേഷ കാര്യങ്ങളൊക്കെ? സാറേ ഒന്നും കിട്ടും. സാറിത് കണ്ടു? ഞാൻ രാവിലെ വരുമ്പോൾ മെയിൻ പമ്പ് ഓൺ ചെയ്തിട്ടില്ല. ഞാൻ അത് കഴിഞ്ഞ് വന്നിട്ടാണ് സ്റ്റാൻഡ് ബൈ മോട്ടർ ഓൺ ചെയ്തത്. അത് കാരണം വലിയ ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടില്ല. സാർ അത് കണ്ടിട്ട് ആരും കുത്തിക്കീറിയ പോലെയില്ലേ? പകലിവിടെ ഞങ്ങളും പണിക്കാരും ഒക്കെ ഉണ്ട്. CCTVയും വരയ്ക്കാത്ത സ്ഥിതിക്ക് രാത്രി ഇവിടെ സാറ് ആരെങ്കിലും എത്തിയാൽ നന്നായിരിക്കും. ഹലോ, നീ എവിടെ? എടാ ഞാൻ യാർഡില്ല. നീ എനിക്കൊന്ന് കാണും. നീ ഇപ്പം ഞാൻ പോകുന്ന വീട്ടിലേക്ക് വന്നാ ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങാമല്ലോ. ആ ഓക്കെ. എന്താ പിന്നെ വരുമ്പോൾ ഒറ്റയ്ക്ക് വന്നാൽ മതി. എന്ത് പറ്റിയടാ? നമ്മുടെ അപ്സര തിയേറ്ററില്ലേ, ഞാൻ അവിടെ പോയി ഒരു പടം കണ്ടിട്ട് അത് കഴിഞ്ഞൊന്ന് മൂത്രമൊഴിക്കാൻ പോയത്. ഞാൻ മുള്ളിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അപ്പുറത്ത് നമ്മുടെ സ്കൂളിൽ ജൂനിയറായിട്ട് പഠിച്ച അരവിന്ദില്ലടാ, അവൻ വന്ന് നിൽക്കുന്നു. എന്താ പറഞ്ഞേ? അത് പറയാനാ ഞാൻ നിന്നോട് വരാൻ പറഞ്ഞു. എടാ പണ്ട് അവൻ സ്റ്റേജിൽ മോണാക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മളവനെ ഉച്ചത്തിൽ കളിയാക്കിയില്ലേ, അതവൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടെന്ന് അവൻ എന്നോട് പറഞ്ഞു. അതിന് ഞാൻ അവനോട് സോറി പറയണമെന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ 2 തെറി പറഞ്ഞു, ഒരു കള്ളും വെച്ച് കൊടുത്തു. വെള്ളത്തിൻ്റെ പുറത്തായിരുന്നു. തള്ളു കിട്ടിയപ്പോൾ അവൻ തെറിച്ച് പുറകോട്ട് വീണു. എന്നിട്ട് ഞാനവനോട് സോറി പറഞ്ഞു. ഞാൻ പറഞ്ഞ ഉടനെ അവൻ എന്നോട് സോറി പറഞ്ഞിട്ട് അവിടുന്ന് പോയി. എനിക്ക് ബോധം പോയിട്ടില്ലായിരുന്നു. ഉടനെ എന്നെ ആരൊക്കെയോ കൂടി എന്നെ ആശുപത്രിയിൽ എത്തിച്ചു. എല്ലാവരോടും ഞാൻ ടോയ്ലറ്റ് സ്ലിപ്പായി യൂറിനിൽ തലയിടിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. കംപ്ലൈന്റ് കൊടുക്കാഞ്ഞേ? എടാ ഞാൻ അടുത്ത മാസം ദുബായിക്ക് പോകാനിരിക്കുക. ഇനി അതിൻ്റെ ഇടയിൽ ഇതൊരു വള്ളിയാക്കണ്ടെന്ന് ഓർത്തിട്ട് അന്ന് അവനെ കളിയാക്കിയപ്പോൾ നീയും കൂടെ ഉണ്ടായിരുന്നല്ല. ചിലപ്പോൾ അവൻ നിന്നെ കാണാനും വരും എന്നൊരു തോന്നൽ.
അവൻ നിൻ്റെ വീട്ടിൽ കയറി, നിനക്ക് പത്രത്തിലുള്ള മെസ്സേജ് കിട്ടും, എന്നിട്ട് നിൻ്റെ യാർഡിലെ പൈപ്പും കുത്തി കയറി. ഇപ്പം നിൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്, തലയും തന്നെ പൊളിച്ചു. എന്നിട്ട് നമ്മൾ അവനോട് സംസാരിക്കാൻ പോകും. ഇത് ഇവിടെ നാണക്കേട് അറിയില്ല കേട്ടോ. എടാ, അവൻ കാണിച്ചതിൻ്റെ അപ്പുറത്ത് കാണിക്കാൻ എനിക്ക് അറിയാൻ വേണ്ടല്ലോ. നിനക്ക് എല്ലാ പരിപാടിയും കാണിക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. പക്ഷെ അതിനൊന്നും എനിക്കിപ്പോൾ സമയമില്ല. ക്ലയൻറ്റ് മീറ്റിംഗ്സ് ഒക്കെ നടക്കുന്ന ടൈമാണ്. ആ ടെൻഡർ എങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഉള്ള പൈസ മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്ത് പോകും. ഓ, അപ്പോൾ താൻ സോറി പറയാൻ പോയി. ഇവിടെ ചിലപ്പോൾ അവന് വേറെ വല്ല മോട്ടീവ് ഉണ്ടാവും. വെറുതെ ഒരു സോറി കേട്ടിട്ട് അവൻ എന്തിനാ ഇത്രയൊക്കെ കുഴപ്പമുണ്ടാക്കിയോണ്ട് തലേ കൂടി എന്താ ഓടുന്നതെന്ന് അറിയണമല്ലോ. അറിഞ്ഞിട്ടില്ല. വരുന്നുണ്ട്. ഞാനൊന്നും വിട്ടുന്നില്ല. എനിക്കെന്നെ പിടിച്ച് റോട്ടിൽ അടിക്കാനോ തോന്നുന്നു. നിനക്കെന്താ വേണ്ടത്? അത് ഞാൻ ചേട്ടനോട് അന്നേ പറഞ്ഞല്ലേ. എടോ, തന്നെ സ്റ്റെഫിനെ പോയി കണ്ടവരൊക്കെ ഞാൻ അറിഞ്ഞു. അവന് ചിലപ്പോൾ തന്നെ കളിയാക്കി ആർക്കും ഓർമ്മയുണ്ടാവും. എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് ഓർക്കാത്ത കാര്യത്തിൽ സോറി പറയാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. അപ്പം നിനക്ക് സോറി അല്ലാണ്ട് വേറെ വല്ല വേണമെങ്കിൽ പറ, തരാം. അപ്പം ഞാൻ പോട്ടെ ഏട്ടാ, 10:30 ഒരു ഓഡീഷനുണ്ട്. ഇതൊന്നും മിണ്ടത്തില്ല തന്നെ പറഞ്ഞു. എന്നിട്ട് ഇതുവരെ മറ്റൊരു പരിപാടി ആയിരിക്കും കേട്ടാ. എനിക്ക് അവൻ്റെ ഷോ കൊണ്ട് മിണ്ടായിരിക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു കാര്യം പറയാം, അവൻ ഇമ്മാര് ഡയലോഗ് അടിച്ച് പോയിട്ട് ഇനി അവൻ്റെ പുറകെ നിന്ന് സോറി പറയാനുള്ള ഭാവങ്ങ ഉണ്ടല്ലോ. അനൂപേ, നമ്മൾ തമ്മിൽ ബന്ധുവില്ലട്ടോ അവന്. നമുക്കൊരവസരം പ്രാപ്തമാവുകയില്ലേ? രാധേ, എങ്ങനെയുണ്ടായിരുന്നു? അങ്ങയുടെ കരങ്ങളിൽ ഇപ്പോൾ ധനസില്ല. അങ്ങയുടെ രഥത്തിന്റെ ചക്രങ്ങൾ ഇപ്പോൾ ഭൂമിയിൽ താഴ്ന്നിരിക്കുകയാണ്. അങ്ങയുടെ ബുദ്ധികൾ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് അതൊന്നും നോക്കൂ. ആ മറ്റേ മകൻ്റെ കൂടെ പേരെന്താ? സ്റ്റെഫിൻ. എടാ, അവനൊരു മൊണ്ണായത് കൊണ്ടാണ് കിട്ടിയത് മേടിച്ച് മിണ്ടായിരിക്കണം. ഞാനെങ്ങനെ ആയിരിക്കണമായിരുന്നു? നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം. ഇപ്പോൾ ഡെയിലി ഇത് തന്നെ. എന്നാൽ ആഗോള താപനത്തെ കുറിച്ച് സംസാരിച്ചത്. എടാ, ഇതാണിപ്പോൾ ഇവിടുത്തെ പ്രധാന വിഷയം. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷയം. എന്നാൽ നീ എന്തെങ്കിലും ഉണ്ടാക്കുക. ആഗോളത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്ത് ചൂടാടാ. എൻ്റെ വീട്ടിലായിരുന്നു AC റൂമിലായിരിക്കുക. വീട്ടിൽ അമ്മയുണ്ട്, ഇവിടെ സേഫ്. ഞാൻ പോവാ, എനിക്ക് സമയം ഉണ്ട്. ഓക്കെ, എനിക്ക് നാളെ മീറ്റിംഗ് ഉണ്ട്. കാര്യമൊക്കെ കാര്യം. നിനക്കൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് എൻ്റെയും കൂടെ പ്രശ്നമാണ്. അത് നീ മറക്കണം. ഇപ്പം നീ വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാനതൊന്നും ചെയ്യാറ്. നിനക്കറിയാതെ അറിയടാ. ഞാൻ പോവാം. അപ്പം നാളെ കാണാം. വീടെത്തണേ. കിട്ടോടെ. ഹലോ രാജേഷ്, ഞാനൊരു 10 മണിയാകുമ്പോൾ എത്തും കേട്ടോ. തന്നെ പേപ്പേഴ്സൊക്കെ ഒന്ന് ക്രോസ് ചെയ്ത് വെച്ചേക്കണേ. ശരി. കൊള്ളാം അരവിന്ദ്, നന്നായിട്ടുണ്ട്. തന്നെ ഇംപ്രൈസേഷൻ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വിൽ ഡെഫിനറ്റ്ലി കോൾ യു. താങ്ക് യു.
ഞാൻ നാളെ അവിടെ ഉണ്ടാവും. നീ എന്തായാലും എത്തിയിട്ട് വിളിക്കും. കോപ്പൻ നോക്കിയപ്പോൾ ഞങ്ങളൊക്കെ ഒരു ഉണ്ണക്കമെന്ന് കഴിച്ചോ നീ? ഇനി ഉമ്മ ഇപ്പോൾ എവിടെ നീ കാണിച്ചോണ്ട് നിന്റെ വീട്ടിൽ മുമ്പ് വെച്ചായിരിക്കും ഇത് വെട്ടിക്കറി തീർക്കും. അവിടെ നിന്നെ ഇപ്പോൾ തീർത്തോണ്ടല്ലോ. ആരും ചോദിക്കാൻ പറ്റുന്ന എനിക്കൊന്ന് കാണുന്നു. ഞാനേ നാളെ ഉണ്ടാകത്തില്ല, മറ്റന്നാളത്തെ ഓഡീഷന് കാണാം. ആരാടാ? ഈ കോള കമ്പനി ഇവിടെ വരുന്നതിലൂടെ എന്ത് ജനനന്മയാണ് നിങ്ങൾ ജനങ്ങളിലേക്ക് വെച്ച് നീട്ടുന്നത്? പാവപ്പെട്ട യുവാക്കൾക്കുള്ള തൊഴിലോ അതോ കുട്ടികൾക്കുള്ള സ്കൂളോ? അതൊന്നുമല്ല നിങ്ങളുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കാൻ ഇൻട്രിഗേഷനും സ്പെക്കുലേഷനും ഒന്നും വേണ്ട സാറേ. 4ാം ക്ലാസ്സും കുസ്തിയും മാത്രം മതി. പിന്നെ സോമൻ ചേട്ടനോടൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത്രയും ദൂരം വന്നത്. ചേട്ടൻ ഇന്നലെ പൊളിച്ച സമരപ്പന്തലും തല്ലിയ ആളുകളെ ഞാൻ ഇന്ന് കണ്ടിരുന്നു. കൊള്ളാം, പറഞ്ഞ പൈസയ്ക്ക് ചേട്ടൻ പണി നടത്തിയിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ വലിയൊരു സമരപ്പന്തലും ചേട്ടൻ തല്ലിയതിനേക്കാൾ കൂടുതൽ ആളുകളും ഇന്ന് രാത്രി 12 മണിക്ക് അവിടെ എത്തിയിരിക്കും. കുടിവെള്ളത്തിൻ്റെ കാര്യം, ഒരു കുപ്പി കുടിവെള്ളം പോയിട്ട് ഒരു തുള്ളി കുടിവെള്ളം പോലും നിങ്ങൾ ഇന്നേവരെ ഗ്രാമത്തിലേക്ക് എത്തിച്ചിട്ടില്ല. ഭാഗ്യേറിയ ദൈവം വഴി കാട്ടാത്ത സ്ഥിതിക്ക് ഗ്രാമത്തിലേക്ക് കുടിവെള്ളം എങ്ങനെ എത്തിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. മന്ത്രി ഗോപാലനും CEO തോമസും കൂടെ നടത്തിയ ഷോ ഞങ്ങൾ കണ്ടിരുന്നു. കൊള്ളാം, നന്നായിട്ടുണ്ട്. കോള കമ്പനിക്കാർ ഒരു നാടക കമ്പനി തുടങ്ങുമ്പോഴത്തേക്കും ഈ 2 നടന്മാരെ വിളിച്ചോ, നല്ല ബെസ്റ്റ് പെർഫോമൻസാ. ആ നാടകവും കൊണ്ട് മുല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലേക്ക് വന്ന നാടകം അവിടെ ആയിരിക്കില്ല, ഇവിടെ ഇരിക്കണവന്മാരുടെയൊക്കെ നെഞ്ചത്തായിരിക്കും. ഇനി നീ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് തീർക്കും. ആളെ വെച്ചാണ് തീർക്കും. എടാ, നമ്മൾ ഇനി ഇതിൽ ഇടപെട്ടാൽ ശരിയാവില്ല. ഇതിപ്പോൾ നീ ഇടപെട്ടാലും ഞാൻ ഇടപെട്ടാലും അത് കറങ്ങി തിരിച്ച് എൻ്റെ അടുത്തോടെ വരത്തുള്ളൂ. ബിസിനസ്സൊക്കെ ഒന്ന് പച്ചപിടിച്ച് വരുന്ന സമയമാണ്. ഇപ്പോൾ ഒരു പോലീസ് കേസ് എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എടാ, നമ്മൾ നേരിട്ട് ഇടപെടണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നീ പറഞ്ഞ പോലെ ആളെ വയ്ക്കാം, ഒഴിവാക്കാം. നിനക്കറിയുന്ന ആരെങ്കിലും ഉണ്ടോ? പൈസ എത്രയായാലും കുഴപ്പമില്ല, ഞാൻ ഇട്ടോളാം.
ഓ കോമ്പൻസേഷൻ ആയിരിക്കും. ഇവിടെ കോപ്പി ഒന്ന് പറ. ഇപ്പം നിന്റെ മാത്രം പ്രശ്നമല്ലോ, എൻ്റെ കൂടിയല്ലേ. ആശാനെ ഞാൻ തീർക്കട്ടെ. ഇവിടെ നിനക്ക് ഞാൻ പറയണമെന്ന് മനസ്സിലാവണില്ലേ? നമ്മളിപ്പോൾ ഇവിടെ തീർത്തു കഴിഞ്ഞാൽ ഇവൻ ശവമാണ്. ശവത്തിന് പേടിയുണ്ടാവില്ല. പേടി ഉണ്ടാവണമെങ്കിൽ ഇവൻ ജീവനോടെ ഇരിക്കണം. ഇവനുള്ള കുപ്പയിലും തള്ള അവിടെ നിന്ന് എന്തെങ്കിലും പോകും. വാ, ഇവനെ പറഞ്ഞിട്ട് വേണം അടുത്തവണ പോകും. ആശാനെ ഇപ്പം നമ്മൾ കളഞ്ഞ അവിടെ അവൻ ആന്ധ്രയിലെ ഏതോ പാർട്ടി. ആ അതാണ് എനിക്ക് അവൻ്റെ ഭാഷ അത്രയൊക്കെ അങ്ങോട്ട് പിടിക്കും. അവനേതോ പാർട്ടി ലെഫ്റ്റാ റൈറ്റാ? മിഡിൽ നീ വണ്ടി നേരെ പിടിച്ചേ. നമുക്ക് അവൻ ഇന്നാണ് നോക്കേണ്ടത്, നാളെ അല്ല. അടുത്താനായിട്ടുള്ളത് അവൻ്റെ ലൊക്കേഷൻ എൻ്റെ കയ്യിലുണ്ട്. ഈ വണ്ടി നേരെ വിടും. എൻ്റെ പൊന്നിടാവേ, നമ്മളെല്ലാവരും പ്രശ്നം നടന്നിട്ടാണ് ഈ പണിക്കിറങ്ങിയത്. അവർ കാശ് തന്നെ നമ്മളാൾക്കും. നിനക്ക് ഇടിച്ചു പിടിക്കാൻ കൊണ്ടൊന്നല്ല അവനെങ്ങാനും ചത്തുപോയി കഴിഞ്ഞാൽ ഫുൾ പേയ്മെന്റ് ഒന്നും കിട്ടൂല. കുറച്ച് കഴിയുമ്പോൾ രണ്ടുപന്മാരും കൂടി വരും. അവന്മാർ തീരുമാനിക്കും ഇവനെ പേടിപ്പിച്ചു വിടണം, കൊല്ലണമെന്ന്. അവന്മാരെന്തിനാ ഇവനെ കാണാൻ? എടാ, നീ സിനിമയൊന്നും കാണാറില്ലേ? അവന്മാർക്ക് ചിലപ്പോൾ ഡയലോഗ് അടിക്കാനുള്ള പരിപാടിയായിരിക്കും. ഓരോരുത്തന്മാരുടെ ഓരോ ആഗ്രഹം. നീ ചെല്ലി, അവന്മാർ വന്നവരവനൊരു കമ്പനി കൊടുക്കും. ഓ ഡാ, ഇങ്ങോട്ട് വന്ന് ഒരു കൂട്ടം കാണിച്ചു തരാം. ഇത് പിള്ളേർക്ക് കളിക്കാനുള്ളതല്ല, ലോഡഡാണ്. അല്ലെ സാധനം എവിടെ കിട്ടി? എടാ, കഴിഞ്ഞ ആഴ്ച കൊട്ടേഷൻ ഒന്നും സായിപ്പില്ലേ? പുള്ളിയുടെ ഒരു ക്യാഷ് ആയിട്ടായിരുന്നു ഇന്ത്യൻ മണി ഇല്ലെന്ന്. പുള്ളി അഹിംസാമാർഗം സ്വീകരിച്ചെന്നും പറഞ്ഞ് ഇതെനിക്ക് അങ്ങോട്ടാണ്. നീ പറഞ്ഞ മണി ചെയ്തേ പോയെ. ചെല്ലി ചെല്ലി.
നീ നടനാണോടാ? നീ വിളിച്ച് കണ്ട് അഭിനയിക്കടാ, അഭിനയിക്കടാ. എടാ കയ്യിലോ കാലിലോ വെക്കാവൂ. നോക്കിയും കണ്ടും പൊട്ടിക്കണം. സാഹിബുമാരെ യോജിക്കാൻ പറ്റില്ല. വണ്ടി ഓടിക്കാൻ നിഴലുമായവേ തണലു തീരവേ ചെറുകനലു തേടിപ്പോകെ നാം ഇതിലെ വിജനയാത്രയിൽ വിജയയാത്രയിൽ കനവരികിലെത്താ ദൂരെ ദൂരെയോ രാത്താരമേ നീളുമോ കാവലായി കാർമേഘമേ മൂടുമോ മാറിയായി കാലമെങ്ങുമായും കന
രാവായെന്നു നീയും കണ്ണിറഞ്ഞു പോയോ താനെ തീരമൊന്നു തേടും തിരയായെന്നു ഞാനും രാവിലെന്നു മുഖം മായേ കൊഴിഞ്ഞ മോഹമേ വിരഞ്ഞു ഞാനിതാ കറുത്ത പൂക്കളെ ചിരിച്ചു മുന്നിൽ വാ നിറഞ്ഞ വീഥിയ മനസ്സു വിങ്ങവേ കണക്ക് തീർക്കുവാനൊരുങ്ങി നിന്നിതാ. സോറി. കാലമേറെ നാളായി ഞാനിതാ യാത്രയിൽ മിഴികൾ തേടും മാപ്പിനാ മൂകമാം നിഴലിനോടായെന്ന് ഞാൻ കോർക്കുമീ കൈകൾ മായാ മൗനമായി രാത്താരമേ നീളുമോ കാവലായി കാർമേഘമേ മൂടുമോ മാറിയായി നിഴലുമായവേ തണലു തീരവേ ചെറുകനലു തേടി പോകെ നാമിതിലേ വിജനയാത്രയിൽ വിജയയാത്രയിൽ എന്തോ പറ്റിയോടോ? ആക്സിഡന്റ് പറ്റിയതാണ് സാർ. ഓ, താൻ വിവേൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ആ പറഞ്ഞു തന്നെ കുറിച്ച്. പെർഫോം ചെയ്യാൻ ഓക്കെ അല്ലേ? ഓക്കെ. ലൗഡ് യു സ്പിരിറ്റ്, റെഡി വെൻ യു ആർ. ഐ ആം റെഡി സാർ. കാലമേറെ നാളായി ഞാനിതാ യാത്രയിൽ മിഴികൾ തേടും മാപ്പിനാ മൂകമാം നിഴലിനോടായെന്ന് ഞാൻ കോർക്കുമീ കൈകൾ മായാ മൗനമായി രാത്താരമേ നീളുമോ കാവലായി കാർമേഘമേ മൂടുമോ മാറിയായി നിഴലുമായവേ തണലു തീരവേ ചെറുകനലു തേടി പോകെ നാമിതിലേ വിജനയാത്രയിൽ വിജയയാത്രയിൽ